ഹായ് വെൽക്കം എവരി വൺ. ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂട്രലായിട്ടുള്ള നമുക്കൊരു അനാലിസിസ് നടത്താം. ആക്ച്വലി ഈ സംഭവം ഈ പുറത്തു വരുന്നത് ഗ്ലോബലി തന്നെ നമുക്ക് ഹാർവി വീൻസ്റ്റൻ്റെ കേസ് വന്നതോടുകൂടിയാണ്. ആൻഡ് വീൻസ്റ്റൻ്റെ സ്കാൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സ്കാൻഡലായി തീർന്നു. അപ്പം അദ്ദേഹം പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അതിനുശേഷം പല കുട്ടികളെയും അദ്ദേഹം മിസ്യൂസ് ചെയ്തു. സെക്ഷൽ ഹാരാസ്മെൻറ്റിനെ കുറിച്ചുള്ള മീഡിയ പുറത്തു കൊണ്ടുവന്നു, അസാൾട്ടും റേപ്പും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ ഇപ്പം 2017 സംഭവം വന്നെങ്കിൽ 2020 അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൺവിക്റ്റ് ചെയ്തത്. അതിനുശേഷം ഇത് ഗ്ലോബലി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ ഹോളിവുഡിൽ മാത്രമല്ല ബോളിവുഡിലും ഒക്കെ വന്നു. അപ്പോൾ നേരത്തെ നോക്കുവാണെങ്കിൽ ഒരു റോമൻ പൊലാസ്കി അദ്ദേഹത്തിൻ്റെ ഒരു കേസ് അലിഗേഷൻ 13-year-old ഗേളിനെ റേപ്പ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് 1977 അതൊരു അദ്ദേഹത്തിൻ്റെ കരിയർ അതോടുകൂടി നശിച്ചു പോയി, പബ്ലിക് പെർസെപ്ഷൻസ്. അപ്പോൾ അത് ഒരു ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂ ആയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻഡിവിജ്വൽസ് എപ്പോഴും അവരുടെ സ്ഥാനം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം മാതൃകാപരമാകണം എന്നുള്ളതിനെക്കുറിച്ച് ലോകം മുഴുവനൊരു അവബോധം വന്നൊരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെയാണ് ജെഫറി എപ്സ്റ്റീൻ്റെ കേസും. അപ്പോൾ അദ്ദേഹം വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അയാൾ ഈ പറഞ്ഞ ഹോളിവുഡ് മേഖലയിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയ ഫൈനാൻഷ്യറായിരുന്നു, ഹൈ പ്രൊഫൈൽഡ് കണക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ പവർഫുള്ളായിരുന്നു. അയാളുടെ ഒരു മിസ്യൂസിനെ കുറിച്ച്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് വിശദമായിട്ട് ലോകം അറിയുകയും അത് പിന്നെ വലിയ ക്വസ്റ്റ്യനിലേക്കും ആ മനുഷ്യന് വലിയ കട്ടാസ്ട്രഫി നേരിടേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെയാണ് ഡൊമിനിക് സ്ട്രോക്കേഴ്സിൻ്റെ. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിൽ അയാളുടെ ജോലി രാജിവെക്കേണ്ടതായിട്ടും IMF നിന്നൊക്കെ പുറത്തു പോകേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സെക്ഷൽ മിസ്കോണ്ടക്റ്റുമായിട്ട് ഒരുപാട്. അതുപോലെ തന്നെയാണ് അഷിയ അജിൻഡോ എന്ന് പറയുന്ന കേസും. അപ്പം ആ കേസിനകത്തും ജിമ്മി ബെന്നറ്റുമായിട്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ റിപ്പർക്കഷൻസ് വലിയ രീതിയിലുണ്ടായി. അപ്പോൾ എഗ്രിമെൻ്റ് പിന്നെ കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ വിക്ടിമിനെ സൈലൻ്റ് ആക്കാനായിട്ട് ഒരുപാട് ശ്രമം നടന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയും ആഗോളമായിട്ടുള്ള ഇഷ്യൂസ് വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ നമ്മുടെ ബോളിവുഡിൽ. അപ്പോൾ ഇന്ത്യൻ ഇൻസിഡൻറ്റ് നോക്കുമ്പോഴത്തേക്കും പ്രിയയുടെ ഇഷ്യൂ ആണ്. പ്രിയ രമാണി ആൻഡ് MJ അക്ബർ ഇവരുടെ കേസ് വരുന്നത്. അവിടെ അക്ബർക്കെതിരെയുള്ള അക്യൂസിഷൻസ് അപ്പോൾ അവസാനം രാജിവെക്കേണ്ടതായിട്ട് വന്നു, വളരെ പ്രധാനപ്പെട്ട പൊസിഷൻസ്. അതുപോലെ തന്നെ പിന്നെ ഒരു സെക്ഷൽ ഹാരാസ്മെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള മീഡിയ അറ്റൻഷൻ. അതുപോലെ തന്നെ വിൻഡ നന്ദയുടെ കേസ്, അലോക് നാഥിൻ്റെ കേസ്. അപ്പോൾ ഇതൊക്കെ അക്യൂസിഷൻസ് അഗൈൻസ്റ്റ് ദി ആക്ടർ. അലോക് നാഥ് വളരെ മീ ടു ഇൻസിഡൻറ്റുമായിട്ട് നമ്മൾ അന്ന് ന്യൂസ് കേട്ടവർക്കെല്ലാം ഓർമ്മയിലുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഈ ഹൈ പ്രൊഫൈൽഡ് കേസസ്, അപ്പോൾ അതിനെതിരെ അക്യൂസിഷൻസ് വരിക. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ സുഭാഷ് ഘായിയുടെ കേസ്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ ബോളിവുഡിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരെ വന്നു. അപ്പോൾ ഇങ്ങനെ പിന്നീട് നമുക്ക് വന്നിട്ടുള്ള ഇതുമായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു പേഴ്സണൽ സ്റ്റോറി എന്ന് പറയുന്നത് ഈ റോസ് മഗോവൻ്റെയാണ്. അപ്പോൾ അവരുടെ ഒരു ആക്ടിവിസം, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഈ ഒരു മേഖലയ്ക്ക് ഒരുപാട് അഡ്വക്കസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു മീ ടു മൂവ്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ചെറിയ അലകളൊക്കെ കേരളത്തിൽ വന്നെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും അത് പച്ച പിടിച്ചില്ല. പിന്നെ ഈ സർവൈവേഴ്സിൻ്റെ അവർ പറയുന്ന പേഴ്സണൽ സ്റ്റോറീസ്, അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പാസീവായിട്ട് ഇപ്പോൾ ഒരു മീഡിയയിൽ വന്നൊരു ഇഷ്യൂ, അത് ആ പാർട്ടിക്കാരൻ ഈ പാർട്ടിക്കാരൻ എൻ്റെ പാർട്ടിക്കാരനല്ല അവരുടെ പാർട്ടിക്കാരാണ് എന്നുള്ളൊരു അലിഗേഷൻസിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കതിനെ ശരിക്കും ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളോ
സഹോദരിയോ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കുട്ടി, കുറച്ച് ടാലൻറ്റ് കാണിക്കുന്ന ഒരു കുട്ടി സിനിമയിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ സ്കാനിൽ വന്നാണ് മോഡലിംഗ് രംഗത്തും. അപ്പം ഇതിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഉണ്ടാകാവുന്ന അന്ന് ഉണ്ടാകാവുന്ന മാനസിക വ്യത ഞാനും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പിന്നെ ഒരു അല്പം നാളുകൾക്ക് മുമ്പ് ഇതുമാതിരി പിന്നെ 2 പേര് ആദ്യമായി സിനിമയിലേക്ക് വന്ന 2 പേര് അവരെൻ്റെ സ്റ്റുഡൻ്റായിട്ട് പിന്നെ വന്നു. അപ്പം എൻ്റെ അടുത്ത് ഈ ഉള്ള സിമിലർ ഇഷ്യൂസ് പറഞ്ഞപ്പം ഞാനൊരു അഡ്വക്കേറ്റുമാണ്, സൈക്കോളജിസ്റ്റുമാണ്, ഒരു ട്രെയിനിങ് എടുക്കുന്ന ആളുമാണ്. ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യണം, അതിൻ്റെ നിയമവശങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവരത് ഒരു ഫോർമൽ കംപ്ലൈൻറ്റിന് പോയില്ല. അപ്പം എനിക്കത് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതോടുകൂടി അവരുടെ ആ രംഗത്തു നിന്നുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ഒരു വളരെ ടാലൻറ്റഡ് ആണെന്ന് പറയുന്നു, ഇങ്ങനെ ഉണ്ടായ ഒരു മിസ്ചീഫ് ഇല്ലെങ്കിൽ ഒരാളുടെ ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം കാരണം ആ രംഗത്തുനിന്ന് മാറിപ്പോകുന്നു. അവർ ചെയ്ത മാറിപ്പോവുക ചെയ്തത് എന്നും പറഞ്ഞാൽ രംഗം അവർ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒന്നുകിൽ ഇത് പുറത്തു കൊണ്ടുവരാം, അതല്ലെങ്കിൽ നമുക്ക് ഇത് സഹിക്കാം, ഇത് പറയാതിരിക്കാം. കാരണം ഇവർക്ക് അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് രണ്ടും അല്ലാതെ നമുക്കൊരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഇതിൽ ചിന്തിക്കുമ്പോൾ സമൂഹത്തിനും ഗവൺമെൻറ്റിനും അവിടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താനൊരു ബാധ്യതയില്ലേ? അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹാർവി വെയിൻസ്റ്റൻ്റെ ഇഫക്റ്റ് ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ഹരാസ്മെൻറ്റ്, അപ്പോൾ ഇൻഡസ്ട്രി വൈഡ് ആയിട്ടൊരു റിഫോംസിന് വേണ്ടി ഒരു കോള് നടന്നു. പക്ഷേ ഒരു കാര്യം ചെയ്യാം, പിന്നെ നമുക്ക് കാര്യമായിട്ട് ആരും ശിക്ഷിക്കപ്പെട്ടില്ല എന്നിരുന്നാലും അത് ബോളിവുഡിൽ വലിയ അവയർനെസ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വാട്ട് ആർ ദ റിസോഴ്സസ് അവൈലബിൾ? ആരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്ന ആളും വേട്ടക്കാരൻ്റെ കൂടെ ആയി പോകുമോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മളോട് കമ്പാഷനോടും എമ്പതിയോടും കൂടി നമുക്ക് വേണ്ടിയിട്ട് ആരാ നിലകൊള്ളുന്നത്? എങ്ങനെയാണ് കൗൺസിലിംഗ് എടുക്കുക? ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പിന്നെ കൃത്യമായ ഒരു നിയമസഹായം നേടുക? അതുപോലെ തന്നെ ഇപ്പോഴത്തെ തന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ഇത് മൊഴിയെടുക്കുകയും എല്ലാം കഴിഞ്ഞ് ഇത് കോടതിയിൽ വരുമ്പം അവിടെയുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ഒരു ടാസ്ക്, ഇത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഒരു ടാസ്ക്, സോളിഡായിട്ട് എന്ത് എവിഡൻസസ് നിരത്താൻ പറ്റും? ഓക്കെ, ആ സമയത്തുണ്ടാകാവുന്ന വിക്ടിമിന് ഉണ്ടാകാവുന്ന അവഹേളനം, അത് പിന്നെ കള്ളക്കേസായിരുന്നു എന്ന് പറയുക. അങ്ങനെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലൈവ് ഡിസ്കഷൻ ഇന്നുവരെ ഡിസ്കസ് ചെയ്യപ്പെട്ടില്ലാത്ത ഒരുപാട് മേഖലയിലേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാളിന് എന്തൊക്കെയാണ് ഈ ഹാരാസ്മെൻറ്റിന് എതിരെ എങ്ങനെയാണ് അത് പിന്നെ ലീഗൽ എയ്ഡ് എങ്ങനെയായിരിക്കും, അഡ്വക്കസി എങ്ങനെയാണ്, ഏതൊക്കെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇത് വളരെ കത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം സൊല്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിന് ഒരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ വിസിൽ ബ്ലോവേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും അത് ഇൻഫോം ചെയ്യാനും. ഇപ്പോൾ നമ്മുടെ ഈ ഫുഡ് അഡൾട്രേഷൻ കുറയാനായിട്ടുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ഉപഭോക്താവിനും ഫുഡ് ഇൻസ്പെക്ടറെ പോലെ സാമ്പിൾ കളക്ട് ചെയ്ത് അത് കേസെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ എന്നതുപോലെ നമ്മുടെ വിസിൽ ബ്ലോവേഴ്സിൻ്റെ എണ്ണം കൂടിയാൽ മതിയോ, അതോ ഇതിനെ പേഴ്സണൽ വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാനായിട്ട് ഉപയോഗിക്കുക? ഇവിടെ നമുക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്തുവാണ് ഹാരസ്മെൻറ്റ്? ഇപ്പം ഞാനൊക്കെ ഒരുപാട് ക്ലാസ് കൊടുക്കുമ്പം കാണുന്ന പല കുട്ടികൾക്കും ഇപ്പോൾ ഈ 7 വയസ്സിലും 9 വയസ്സിലും 12 വയസ്സിലൊക്കെ ഹാരസ്മെൻറ്റ് ഉണ്ടായിട്ട് ആ കുട്ടിക്ക് അറിയില്ല അത് ഹാരസ്മെൻ്റ് ആണെന്നുള്ളത്. ഈ കുട്ടി ഏതാണ്ട് ഒരു 10-20 വയസ്സാകുന്നതോടു കൂടിയാണ് അത് ഹാരസ്മെൻ്റ് ആണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റബോധം തോന്നുകയും OCD മുതലായിട്ടുള്ള അസുഖങ്ങൾ അവർ നേരിടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഇഷ്യൂസ്. അപ്പം തൻ്റെ ബോഡി പൊള്യൂട്ടഡ് ആയിട്ടൊരു ഫീലിംഗ് കൊണ്ട് നടക്കുക, മാരേജ് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് എവിടെയാണ് ഇതിനൊരു എഡ്യൂക്കേഷൻ കിട്ടുക? ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അത്രമാത്രം സേഫാണ്? അപ്പം എന്തൊക്കെയാണ് ലീഗൽ സൊല്യൂഷൻസ്? എന്തൊക്കെയാണ്?
അപ്പോൾ ഇതിനൊരു ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ഉണ്ടാകണ്ടേ. അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ US നോക്കുകയാണെങ്കിൽ സിവിൽ റൈറ്റ് ആക്ടിനകത്ത് തന്നെ ഇതൊരു പാർട്ടാണ്. അല്ലെങ്കിൽ UK നോക്കുകയാണെങ്കിൽ ഇക്വാളിറ്റി ആക്ട് 2010 ഇത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് വളരെ സ്പഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ നിയമം ഉണ്ടാഞ്ഞിട്ട് പോലും, നമുക്ക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ടാഞ്ഞിട്ട് പോലും നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ആൻറ്റി ഹരാസ്മെൻറ്റ് പോളിസീസ് കൊണ്ടുവരാൻ പറ്റാത്തത് എന്താണ്? അല്ലെങ്കിൽ നമുക്കൊരു മാൻഡേറ്ററി ട്രെയിനിങ്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിങ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ, ഈ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ, കാരണം അവിടെയൊക്കെ മാർക്ക് കൊടുത്താൽ മാത്രമേ, അവർ ചെയ്യുന്നതിൻ്റെ മാർക്ക് നോക്കി കൊടുത്താൽ മാത്രമേ അവർ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെയൊക്കെ ഹരസ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് എനിക്ക് പാസ്റ്റ് ടെൻസിലാണ് പറയാൻ പറ്റുക, ഇറ്റ് വാസ് ഹിസ്റ്ററി. പക്ഷേ ഇപ്പം വളരെ വളരെ കുറവാണ്, വളരെ 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 റെയർ ഓഫ് ദ റെയറസ്റ്റ് മാത്രമാണ്. അപ്പം ഈ പ്രൊഫഷണൽ കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ അത് സമാനമായ ഏരിയയിലൊക്കെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി, അത് അവർക്ക് വ്യക്തമായ റൂളും ബെസ്റ്റ് പ്രാക്ടീസസും അവിടെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ഫോം ചെയ്യാനായിട്ട്, അപ്പോൾ നമുക്കിപ്പം ഈ വന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ അതിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് എവിഡൻസസ് ഒരുപാട് കാലതാമസത്തിന് ശേഷം, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായ ആ എവിഡൻസസ് ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളവർ, എവിഡൻസസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൺവിക്ഷൻ, അല്ലെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം ഒരു കൺവിക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞ സാഹചര്യത്തിൻ്റെ പേരിൽ മാത്രം അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രൊട്രാക്ടർ ലിറ്റിഗേഷൻ വരും ഇവിടുന്ന്. അപ്പോൾ ട്രയൽ കോർട്ട്, പിന്നെ ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ട്, ഓക്കെ. പക്ഷേ കോടതികൾ പൊതുവെ ഒരു വിമണ് സപ്പോർട്ട് ചെയ്യുന്ന, കാരണം ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ ജാമ്യമില്ലാതെ അതിൽ കുറച്ച് ദിവസമെങ്കിലും റിമാൻഡ് കഴിയണമെന്നാണ് കോടതിയുടെ പൊതുവെ ഒരു പോളിസി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ആൻറ്റി സെക്ഷൽ ഹരാസ്മെൻറ്റ് പോളിസീസ്, അതുപോലെ തന്നെ ഒരു മാൻഡേറ്ററി ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസസ്, വാട്ട് ഈസ് അവൈലബിൾ ഇൻ അതർ കൺട്രീസ്, UK US ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അവിടെയൊക്കെ ഇപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആൻറ്റി ഹാരസ്മെൻറ്റ് ലോ, ഒരു നല്ല അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ട്രെയിനിങ് വളരെ വ്യക്തമാണ്. അവിടെ ഒരു വിമൺ അടങ്ങിയ കമ്മിറ്റി വേണമെന്നുണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഇനി ഫ്യൂച്ചറിൽ വരാവുന്നത് ഈ സീറോ ടോളറൻസ് പോളിസി, ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു പുരുഷനാണ്, അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, മറ്റു പുരുഷന്മാർക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ, നമ്മളൊരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മളൊരു ഇൻഫ്ലുവൻസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്കൊരു സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ പേരിൽ നമ്മളുടെ ശരീരത്തിൽ ഫ്രീഡം എടുക്കുമ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളെ എത്രമാത്രം ടോളറേറ്റ് ചെയ്യും? പല ആൾക്കാർക്കും മരണത്തിന് തുല്യമാണ്, കൊല്ലുന്നതേ കഴിഞ്ഞ് സെൽഫ് റെസ്പെക്റ്റ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം ഒരുപാട് പേരെ ഈ അവസരമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. അവർക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവരോടുള്ള സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും സ്വയം പുച്ഛവും ഭയങ്കരമായ കുറ്റബോധവും, ഇതെല്ലാം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കേസിന് പോകുന്ന കഴിഞ്ഞൊക്കെ വളരെ ഗുരുതരമാണ് ഇവർ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഇത്. അപ്പോൾ എനിക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സീറോ ടോളറൻസ് പോളിസി. അപ്പോൾ ഒരു ചെറിയ സംശയം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക, വീണ്ടും നമുക്ക് ക്ലാരിഫിക്കേഷൻ എടുത്ത് അപ്പോൾ തന്നെ ആ ഒരു മൂവ് തന്നെ, ഫസ്റ്റ് മൂവ് തന്നെ അത് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യും. ഇത് കുറച്ച് ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത് കുറച്ച് ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രീഡം കൂടും. പിന്നെ തന്നെയല്ല, പിൻവലിയാനുള്ള സാധ്യത നഷ്ടപ്പെടും. കുറച്ച് അഡ്വാൻസ്മെൻറ്റിൻ്റെ പേരിൽ വിക്ടിമും കുറ്റപ്പെടുത്തപ്പെടാം. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സേഫ് വർക്ക് എൻവയറമെൻറ്റ് കൊടുക്കാനായിട്ട്, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് സമൂഹത്തിനൊരു ബാധ്യതയില്ല. അപ്പോൾ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാറില്ല. കാരണം ഇതിൻ്റെ ഇപ്പം ഇന്ന്
കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു റവന്യൂ ആണ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും ലോക്കൽ ബോഡീസിനും ഗവൺമെൻറ്റിനൊക്കെ കിട്ടുന്ന ഒരു റവന്യൂ തന്നെ. അപ്പോൾ ഇതിന് നമ്മൾ ആവശ്യമുള്ളവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വിടാനില്ല. അതിൽ നിന്ന് റവന്യൂ വരുന്നത് കൊണ്ട് തന്നെ അവിടെ നീതി നടപ്പാക്കണം, നീതി നടപ്പായിരിക്കണം. അത് ഏതൊരു വ്യക്തിയുടെയും അവിടുത്തെ അവകാശമാണ്. ആ അവകാശം ഇങ്ങനൊരു ബഹളത്തിൽ കൂടി മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ലീഗൽ എയ്ഡും ഒരു മെൻ്റൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ക്ലിയർ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ നമുക്ക് വേണം. ഒരു ചെറിയ എക്സ്പ്ലോയിറ്റേഷൻ നടന്നാൽ പോലും, ഒരു സംശയം ഉണ്ടായാൽ പോലും, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു നോൺ റിട്ടാലിയേഷൻ അതിനുള്ള സൗകര്യം കിട്ടാതെ, കാരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യുക വേണമല്ലോ. അവരത് ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ഇടപെടാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഇത് കംപ്ലൈ ചെയ്യാനായിട്ട്, അത് നാഷണൽ ലെവലിലാണെങ്കിലും ശരി, ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും ശരി, ലോക്കൽ ലെവലിലാണെങ്കിലും ശരി, ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിന് തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട്. പിന്നെ വേറൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ വരുന്ന ആൾക്കാർക്ക് ആജീവനാന്തം വിലക്ക് ഏർപ്പെടുത്തിയാൽ തന്നെ, ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ചില ആൾക്കാർ അതിനകത്ത് വിക്റ്റിമായി പോകാം. പക്ഷെ ചില ആൾക്കാരെ വിലക്കി കഴിയുമ്പോഴത്തേക്ക് അതോടുകൂടി ബാക്കി എല്ലാവർക്കും തന്നെ ഒരു ബോധം ഉണ്ടാവും. പക്ഷേ എനിക്കിതിനകത്ത് ഞാൻ ഇപ്പോൾ വളരെ സൈക്കോളജിയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിവരിച്ചേക്കുന്നത് പോലെ പറയപ്പെട്ടതുപോലുള്ള ഈ സെക്ഷൽ പെർവേഷൻസ് ഒത്തിരി പേർക്ക് ഒരേ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഈ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെക്ഷൽ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പിരിച്വലി ഇവോൾവ് ചെയ്തിട്ടുള്ളതോ, ഇല്ലെങ്കിൽ ഒരു ജോലിയിൽ മാത്രമോ, കരിയർ മാത്രമോ, പ്രൊഫഷനിൽ മാത്രമോ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളിന് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഈ പറഞ്ഞ ഈ വിക്റ്റിം മാത്രമല്ല, ഈ പ്രശ്നക്കാർക്കും അവർക്കും ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും ബാക്കിയൊക്കെ വേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു നോർമൽ മനുഷ്യൻ്റെ കയ്യിൽ, അതിൽ നോർമൽ ഹ്യൂമൻ ബീങ്സ് കലാരംഗത്ത് നിൽക്കുന്നതാണെങ്കിൽ പോലും ഒരു നോർമൽ ഹ്യൂമൻ ബീങ്സിന് വരാൻ സാധ്യതയില്ലാത്ത സ്വഭാവങ്ങളാണ് ഇപ്പോൾ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പോൾ തീർച്ചയായിട്ടും അവരെയും നമുക്കൊരു വിക്റ്റിമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ആജീവനാന്തം വിലക്കുക, ഇല്ല 5 years 10 years വിലക്ക് വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഇൻഡസ്ട്രിക്കകത്തോടെ തന്നെ വിലക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക, ഇങ്ങനെയുള്ളൊക്കെ സംവിധാനമൊക്കെ ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തു വരും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെൻ ആൻഡ് വിമൺ മാത്രമല്ല സംഭവിക്കുന്നത്. ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നൊരു സ്വഭാവദൂഷ്യമല്ല, അത് അവരുടെ ഒരു ഓറിയൻറ്റേഷനാണ്. അവരുടെ ബ്രെയിൻ പിക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരിതാണ്. അതൊരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 1 വർഷം കൊണ്ട് മാറ്റിയെടുക്കാവുന്ന സ്വഭാവമല്ല. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തെല്ലാം ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, ഒരു ക്ലിയർ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്സ്, അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, മിസ്കോണ്ടക്റ്റ് എന്ത്, അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ പരിണിത ഫലമുണ്ടാകും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് ഇവരെ കേൾക്കാനായിട്ട്, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും, അപ്പോൾ ഏജൻസ്, മാനേജേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലയൻസ്, ഇത് എല്ലാം ഉൾപ്പെടെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്, മെത്തേഡ്, സിസ്റ്റം, നമ്മൾ ബാക്കിയെല്ലാം ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് കാര്യങ്ങൾക്ക് കൃത്യമായി സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു 90s നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഷെയർ മാർക്കറ്റിലെ വലിയ കളിപ്പീരും തട്ടിപ്പീരും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റെഗുലേറ്റർ നയിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇന്ത്യ മുഴുവനും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി, ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം പോയി വെക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അതിനൊരു റെഗുലേറ്റർ വന്നു, റെറ വന്നു. അപ്പോൾ അതുപോലെ ഓരോ ഇതിലും ടെലികോം താരിഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനകത്തും ഒരു റെഗുലേറ്ററിൻ്റെ റോള് വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ ലീഡർഷിപ്പ് ഇതിനകത്തോട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചേഞ്ചസിന് വേണ്ടിയിട്ട് ഫീമെയിൽ ലീഡർഷിപ്പ് വരണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ലൊക്കേഷൻസിൽ വ്യക്തമായ കൺട്രോളും, പിന്നെ ഈ ബാക്ക് സ്റ്റേജിലും എല്ലാ സ്ഥലത്തും ഭംഗിയായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. അതുപോലെ കൺസെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, വരാവുന്ന എല്ലാ കാര്യങ്ങളും
അപ്പോൾ ഇവർക്ക് അതിൻ്റെ ട്രോമ ഉണ്ടാകാതിരിക്കാനായിട്ട്, ഹരസ്മെൻറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇനിയും ഫ്യൂച്ചറിലേക്ക് എടുക്കുന്ന, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഓരോ മൂവി കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് മൃഗങ്ങളെ അതിനെ മോശമായിട്ട് കാണിച്ചിട്ടില്ല, വൈൽഡ് ലൈഫിനെ ബാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് നിയമമുഖാന്തരം എൻഫോഴ്സ് ചെയ്യാം. ഈ പടത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു സ്ത്രീയുടെ പോലും കണ്ണുനീര് ഇല്ലെ, ഒരു സ്ത്രീയുടെ ഹ്യൂമിലിയേഷൻ വന്നിട്ടില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിനകത്തൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നത് പുരുഷന്മാർക്കും വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ കുറേ കേസുകളും ഇഷ്യൂസും എല്ലാം വരുമ്പം ഇതിനകത്ത് ചിലപ്പം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പുരുഷന്മാരെയും ചിലപ്പോൾ വിക്റ്റിമാക്കാം. വൈരാഗ്യത്തിൻ്റെ പേരിലും മറ്റു ചില കാര്യത്തിൻ്റെ പേരിലും പുരുഷന്മാരെയും വിക്റ്റിമാക്കാം. അപ്പം അത് മിസ്യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ അവിടെയെല്ലാം പുരുഷൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ CCTV ക്യാമറ നമുക്ക് ഒരുപാട് പേർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചില കേസുകൾ നോക്കിയാൽ അറിയാം. പോലീസ് തന്നെ വണ്ടി പരിശോധിക്കുന്നതിൻ്റെ കൂടെ ബാക്ക് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ചെടുക്കപ്പെടാനുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിളിച്ചു പറയുക, ചെക്ക് ചെയ്തോളാനായിട്ട് പ്ലാൻ ചെയ്തത് അവർ തന്നെ. അപ്പോൾ അത് അവസാനം പിടുത്തം വന്നപ്പോഴത്തേക്ക് എന്തായി, ഇത് ലാസ്റ്റ് കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ചെയ്തുകൊണ്ടിരുന്നത് CCTV ക്യാമറ പിടിച്ചെടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കൊരു ട്രാൻസ്പെറൻസി, എല്ലാത്തിനും ക്യാമറ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ തീർച്ചയായിട്ടും നമുക്ക് ട്രാൻസ്പെറൻസി കൊണ്ടുവരാം. പിന്നെ വിസിൽ ബ്ലോവേഴ്സിന് നമുക്ക് കൂടുതൽ ഇത് കൊടുക്കാം, മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഏതൊരു പടവ് ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവികൾക്ക് കൊടുത്തിട്ടുള്ള പ്രൊട്ടക്ഷനെങ്കിലും നമ്മുടെ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാനായിട്ടുള്ള അവകാശം, അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്നതാണ്. അത് നമുക്ക് തരാനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനും സമൂഹത്തിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും കൃത്യമായ ഒരു പ്രതിജ്ഞാബദ്ധമാണ്, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഇത് ഓഡിറ്റ് ഉള്ളത് ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നത് ഈ പ്രശ്നത്തിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ പോകുന്ന പുരുഷന്മാരുടെയും, കാരണം തെറ്റായിട്ട് ഒരാൾ ആരോപിക്കാൻ പാടില്ലല്ലോ, തെറ്റായിട്ട് ഒരാളെ വിക്റ്റിമാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് അപ്പോൾ ആ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനായിട്ട്, അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഇങ്ങനൊരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി ഈ കേരളത്തിലുള്ള ഇല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, ഇത് നമ്മളൊരു ജസ്റ്റിഫൈ ചെയ്യാതെ, ഡിഫെൻഡ് ചെയ്യാതെ എല്ലാവരും തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് ഇതിനൊരു റെഗുലേറ്ററി മെക്കാനിസം, അതൊരു കുറ്റമറ്റതായിട്ട് പിഴവറ്റതായത്, കാരണം ഒരു പ്രശ്നമുണ്ടായി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി പോകാനോ ഇല്ല അവരെ ഒരു സീരിയലിൽ നിന്ന് ഒഴിവാക്കാനോ ഒന്നും പാടില്ലാത്ത രീതിയിൽ. അപ്പോൾ തന്നെയല്ല, ഈ എല്ലാത്തിനും ആധാരം എന്ന് പറഞ്ഞ ഗുഡ് വില്ലല്ലേ. അപ്പോൾ മോശമായിട്ടൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മീഡിയ ഓഡിറ്റ് നടത്തണം. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ സേഫ് ആയിരിക്കും. കാരണം അവർക്കൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡും അവർക്ക് വർക്ക് ചെയ്യാനുള്ള അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്ന, അപ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ചെയ്യാമല്ലോ. നമുക്ക് മതത്തിൻ്റെതോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഇല്ലെങ്കിൽ റിലീജിയൻ്റോ ഇതൊന്നും ഇല്ലാതെ നമുക്ക് മനുഷ്യരായിട്ട് കലാരംഗത്ത് നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവരുടെ പ്രവൃത്തി അവിടെ എപ്പോഴും മാതൃകാപരമായിരിക്കണം. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തൊന്നും എന്താ വെച്ചാൽ ഇത് കൃത്യമായൊരു ഓഡിറ്റിങ്ങും ട്രാൻസ്പെറൻസിയും വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരു കഥയില്ല. എപ്പോഴും മറച്ചു വെക്കുമ്പോഴാണ് സീക്രസി ഈസ് ദ ബാഡ്ജ് ഓഫ് ഫ്രോഡ്. അപ്പോൾ എപ്പോഴും മറച്ചു വെക്കുമ്പോഴാണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ ഉണ്ടാകാനും അത് കംപ്ലൈ ചെയ്യാനും, അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട ഓരോരുത്തരും ഈ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നതിനകത്ത് റെമ്യൂണറേഷൻ പറയുന്നതിനും, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് അഡ്വക്കേറ്റ്സിന് ഇപ്പോൾ ഓരോ കേസ് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു ഫീസ് ഈടാക്കി അഡ്വക്കേറ്റ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗുമസ്തന്മാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വളരെ അത്ഭുതകരമായ കഥയാണ് കേൾക്കുന്നത്. 5000 രൂപ അവശരായിട്ടുള്ള ഓരോ കലാകാരന്മാർക്ക് കൊടുക്കും എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് 5000 രൂപ കിട്ടിയതുകൊണ്ട് എന്താകാനാണ്? അപ്പോൾ എപ്പോഴും ഇവരുടെ റെമ്യൂണറേഷൻ്റെ ഒരു ഭാഗം നമുക്കിപ്പോൾ ഇന്നിവിടുത്തെ എന്താണ് EPF ആക്ട് ഉണ്ട്,
അതല്ലെങ്കിൽ ESI ആക്ട് ഉണ്ട്. അതുപോലെ ഒരു ഭാഗം പിടിച്ച് അവരുടെ വെൽഫെയറിന് വേണ്ടി അടയ്ക്കാൻ എപ്പോഴും ഒരു ഭാഗം അല്ല 10% എങ്കിലും പിടിച്ച് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അത് കൃത്യമായി കെട്ടിവെച്ച് അവർക്കൊരു സംഭവം ഉണ്ടാകണം. കാരണം നമുക്ക് ഈ 65 വയസ്സ്, 75 വയസ്സ്, 85 വയസ്സ്, 95 വയസ്സെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ പോകുന്നില്ല. അപ്പം പെട്ടെന്ന് കഥയിലിങ്ങനെ വന്നു, കാര്യമായി പടർന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇല്ലാതാകുന്നു. അപ്പം പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 8 10 പടത്തിൽ വന്നതിന് ശേഷം പടം ഇല്ലാതാകുന്നതോടുകൂടി അവർക്ക് സാധാരണ ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല, ഈ ഹരാസ്മെൻറ്റ് കൊണ്ട് മാത്രം തീരുമല്ല. ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ അതൊരു കാരണം ഗവൺമെൻറ് ഇത്രയും ടാക്സ് ഈടാക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ റെമ്യൂണറേഷൻസിൻ്റെ ഒരു ഭാഗം കൂടെ എടുത്ത് അതുകൂടി കൃത്യമായും ഇവർക്ക് പ്രായമാകുമ്പോഴത്തേക്കും കിട്ടാനായിട്ടുള്ള ഈ 5000 രൂപ എന്ന് പറയുന്നത് 5000 രൂപയുടെ ഒരു 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 പൂജ്യം കൂടെ കൂടിയിട്ടെങ്കിൽ ഇപ്പോൾ ഒരു ബെയർ മിനിമം ഏതെങ്കിലും പടത്തിൽ ചെറിയ മുഖം കാണിച്ചിട്ടുള്ളവർക്കാണെങ്കിലും ജീവിക്കണമെങ്കിൽ സാധ്യതയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു കോർപ്പസ് ഉണ്ടാക്കണം. ഒറ്റ പ്രാവശ്യം കൊണ്ട് വേറെയും ഈ മേഖലയിൽ നേരിടുന്ന ഒരുപാട് പേഴ്സണൽ സ്റ്റോറീസും ഇഷ്യൂസും അപ്പോൾ എന്നോട് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അപ്പം ബാക്കിയുള്ള പല ഇഷ്യൂത്തിനും അപ്പോൾ ഈ സെക്ഷൽ ഹാരാസ്മെൻറ്റ് റിയലി വലിയ ഇഷ്യൂ ആണ്. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു 8-10 ഇഷ്യൂസും കൂടെ ഉണ്ട്. ആ ഇഷ്യൂസിന് എല്ലാത്തിനും കൂടെ ഒരു കൃത്യമായി നമ്മുടെ മേഖലയിൽ ഒരു വലിയതായിരുന്നു, സിനിമകൾ കോപ്പി എടുത്ത് CD ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ അത് നമ്മുടെ ഈ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. ഇപ്പം ഈ പടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൂലി കൊടുത്ത് തിയേറ്ററിൽ കയറ്റുന്നത് പോലുള്ള സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്നത് പോലുള്ള പിന്നെ അതുപോലെ തന്നെ പണം കടമെടുത്തിട്ടുള്ള പിന്നെ പല ആൾക്കാർക്കും ഭയങ്കര കടത്തിൽ നിൽക്കുന്നതുള്ളത് ഭയങ്കര എക്സ്പെൻസ് ചെയ്യുന്നുള്ളത് ഇങ്ങനെ നേരിടുന്ന ഒരുപാട് ശരിയായ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈ ഈ മേഖലയിൽ നിൽക്കുന്നൊരു ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഒരുപക്ഷെ അവർക്ക് അഭിനയിക്കാൻ അറിയാമായിരിക്കും, കലാരംഗത്ത് അവർ മിടുക്കരായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ ഇക്കോണമി, സ്വന്തം ലൈഫിൻ്റെ ഇപ്പോൾ ഒരു പേഴ്സണലായിട്ട് ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്യുന്നതിനും ലാസ്റ്റ് വരെ ഇത് കിട്ടുന്നതിനുള്ള ഒരു പ്രോഗ്രാമെങ്കിലും അറ്റൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൗൺസിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു 8-10ഓളം മേജർ ഇഷ്യൂസ് സിനിമയുടെ മേഖല തന്നെ കവർ ചെയ്താൽ മാത്രമേ ആ മേഖലയിൽ ഒരു പൂർണ്ണമായും സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു ലൈഫ് ഉണ്ടാകുകയുള്ളൂ, ഒരു ജസ്റ്റിസ് വരുള്ളൂ. നല്ലത് സംഭവിക്കട്ടെ. എല്ലാ സംഭവങ്ങളും മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംഭവ വികാസങ്ങൾ വലിയ മാറ്റം, അപ്പോൾ ആ മാറ്റം ചില്ലറയായിട്ട് മാറാതെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറാനായിട്ടുള്ള തയ്യാറെടുപ്പ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.